വിക്രം നായകനായ തമിഴ് ബ്ലോക്ക് ബസ്റ്റർ മൂവി അന്യനിലെ ക്ലൈമാക്സ് രംഗം ഉൾപ്പെടെ ഒട്ടനവധി സിനിമകളുടെ ലൊക്കേഷനായ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ സ്ഥിതി ചെയ്യുന്ന 13 കണ്ണറ പാലത്തിന്റെ കഥകൾ കേട്ടാലോ? ഏകദേശം 120 വർഷത്തോളം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച കൊല്ലം ജില്ലയിലെ തെന്മലയിൽ സ്ഥിതി ചെയ്യുന്ന 13 കണ്ണറ പാലം എന്നറിയപ്പെടുന്ന 13 ആർച്ച് ബ്രിഡ്ജിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന കൊല്ലം മദ്രാസ് റെയിൽവേ പാതയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ റെയിൽപാത. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽപാതകളിൽ ഒന്നായ ഈ പാലം തിരുവിതാംകൂറിന്റെ കച്ചവട തലസ്ഥാനമായ കൊല്ലത്ത് നിന്നും മദ്രാസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി 1904 ബ്രിട്ടീഷുകാർ ഈ പാത നിർമ്മിച്ചത്. ആ കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു. മദ്രാസ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ ഒന്നായിരുന്നു. ഏകദേശം 120 വർഷത്തോളം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ പാലം. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന പോലെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഈ പാലവും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽപാതകളിൽ ഒന്നും കൂടിയാണ്. നിലവിൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത കടന്നു പോകുന്നതും ഈ പാലത്തിലൂടെയാണ്. ഏകദേശം 100 അടിയോളം ഉയരമുള്ള 13 കൽത്തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന പാലവും പരിസരവും ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കഴുതുരുട്ടി നദിക്കും കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്കും അടുത്തായി തന്നെയാണ് ഈ പാലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് ഒരു വശത്തായി 13 കണ്ണറ പാലവും മറുവശത്തായി കഴുതുരുട്ടി നദിയും. 100 അടിയോളം വരുന്ന പാലത്തിന്റെ തൂണുകൾ പാലത്തിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഭാഗം ഒരു ആർച്ച് ഷേപ്പിലാണ്. ഇത് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ 13 ആർച്ചിന്റെ ഷേപ്പിലാണ്. അങ്ങനെയാണ് ഈ പാലത്തിന് 13 കണ്ണറ പാലം എന്ന് പേര് വന്നത്. മുൻപ് മീറ്റർ ഗേജ് ആയിരുന്ന ഇവിടത്തെ റെയിൽപാത പിന്നീട് ബ്രോഡ് ഗേജ് ആയി മാറ്റുകയും പാലത്തിൽ നവീകരണ പ്രവർത്തനങ്ങളും ബലപ്പെടുത്തലുകളും ഒക്കെ നടത്തിയിട്ടുമുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വളരെ കാലം മുൻപ് ഈ പാത കേരളത്തിന്റെ തെക്കൻ ജില്ലകളെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഏക പാത കൂടിയായി. 94 കിലോമീറ്ററുകളോളം ദൂരമുള്ള 17 സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന ഒരു റെയിൽ പാതയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത. 1873 മദ്രാസിനെയും കൊല്ലത്തിനെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു റെയിൽ ലിങ്ക് എന്ന ആശയം ആദ്യമായി ആവിഷ്കരിച്ചത്. തിരുവിതാംകൂറിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉത്രം തിരുനാളാണ് കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത ആവിഷ്കരിച്ചത്. പിന്നീട് 1899 മദ്രാസ് പ്രൊവിൻസ് ഈ പാത അനുവദിക്കുകയും 1888 ആരംഭിച്ച റെയിൽവേ പാതയുടെ സർവേ 1900 കാലഘട്ടങ്ങളിൽ പൂർത്തിയാക്കുകയും പണികൾ ആരംഭിക്കുകയും ചെയ്തു. 1902 പണികൾ പൂർത്തിയാക്കി ഈ റൂട്ടിലെ ആദ്യത്തെ സർവീസായി ഒരു ചരക്ക് ട്രെയിൻ ഈ പാതയിലൂടെ സഞ്ചരിച്ചത്. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മയാണ് 1904 ജൂലൈ 1 ഈ റൂട്ടിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിനിനെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. കൊല്ലം മുതൽ പുനലൂര് വരെയുള്ള മീറ്റർ ഗേജ് പാതയ്ക്കാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. 1904 നവംബർ 26 കൊല്ലം ചെങ്കോട്ട റെയിൽ പാത ഉദ്ഘാടനം ചെയ്തത്. പാലത്തിനോട് ചേർന്ന് തന്നെ ട്രെയിൻ വരാനായി മല തുരന്ന് ഒരു തുരങ്കവും നിർമ്മിച്ചിട്ടുണ്ട്. കരിങ്കല്ലുകൾ കൃത്യമായി തുരന്നുണ്ടാക്കിയ തുരങ്കത്തിന്റെ കവാടം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയതും കാണാം. റെയിൽ പാതയോട് ചേർന്ന് പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് പാലത്തിന്റെയും ചുറ്റുമുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. പാലത്തിന് ഇടതുഭാഗത്തായി പാലത്തിലേക്ക് കയറാൻ സ്റ്റെയറുകളുണ്ട്. നിലവിൽ അവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കടുത്ത് കഴുതുരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ളതാണ്. ഒരു കാലത്ത് സിനിമയിൽ ട്രെയിൻ വരുന്ന സീൻ, തുരങ്കം, പാലം എന്നിങ്ങനെയുള്ള സീനുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പോലെയായിരുന്നു ഈ പാലം. അതിനുള്ള കാരണങ്ങൾ ഈ സ്ഥലത്തിന്റെ ഭംഗിയും ആംബിയൻസും എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കും എന്നിവയൊക്കെയാണ്. വിക്രം നായകനായ തമിഴിലെ സൂപ്പർ ഹിറ്റ് മൂവി അന്യനിലെ ക്ലൈമാക്സ് സീനും ജയൻ രവിയുടെ ആദ്യത്തെ സിനിമയായ ജയം എന്ന മൂവിയിലെ പാട്ടിലെ നല്ലൊരു ഭാഗവും ഈ പാലവും തുരങ്കവും ഒക്കെയാണ് കാണിക്കുന്നത്. മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും ഇന്ദ്രജിത്തും ഒക്കെ അഭിനയിച്ച മലയാളം ചിത്രം വേട്ടയിലെ ചില സീനുകളിലും ഈ പാലം കാണിക്കുന്നുണ്ട്. ധനുഷ് നായകനായി അഭിനയിച്ച കുട്ടി എന്ന തമിഴ് മൂവിയിലെ പാട്ടിലെ ചില രംഗങ്ങളും, മാധവൻ ജ്യോതിക നായികന്മാരായി അഭിനയിച്ച ഡും 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 എന്ന സിനിമയിലെ പാട്ടിലെ ചില രംഗങ്ങളും,
ഖത്രത് തമിഴ് എന്ന തമിഴ് ചിത്രത്തിലെ നിരവധി രംഗങ്ങളും ഈ പാലത്തിലും പരിസര പ്രദേശത്തുമായി വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 13 കണ്ണറ പാലം ലൊക്കേഷനായി വരുന്ന നിങ്ങൾക്കറിയാവുന്ന മൂവികൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക.